തംബ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെ കുറിച്ചിട്ടല്ല ഇപ്പോൾ തൽക്കാലം അവരുടെ വീഡിയോമായിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് ഈ ജെറുസലേം ഏറുപടക്കമായിട്ടുള്ള ഈ സങ്കര ഇനം സാധനത്തിനെ കുറിച്ചിട്ട് ഒരു പാസ്റ്റർ ഇങ്ങനെ പൊളിച്ചടിക്കിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അതുകൊണ്ട് ആ ഒരു വീഡിയോമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് ആരും ഈ സാധനത്തിന്റെ വീഡിയോ ആണ് എന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ആണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ജെറുസലേം ഏറുപടക്കമായിട്ടുള്ള ഈ ഒരു സാധനം ഇസ്രയേലിൽ ചെന്ന് പെട്ടതിന് ശേഷം അവളൊരു കറ തീർന്ന ജൂത സ്ത്രീ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം സുവിശേഷമാണ് പ്രസംഗിച്ച് നടക്കുന്നത്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഫേസ്ബുക്കിലൂടെ ലൈവ് ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷം പറയാറുണ്ട്. സുവിശേഷം പറയുന്ന കൊണ്ട് കക്കൂസിൽ നിന്നും വരുന്നതിനെക്കാട്ടി ദുർഗന്ധമാണ് വരുന്നത്. അതിലുപരി പച്ചയ്ക്ക് ഇത്രയധികം വർഗ്യത വിളമ്പുന്ന ഒരു വൃത്തികെട്ട സാധനം സ്ത്രീകളിൽ ദൈവമല്ലാതെ വേറൊരാളെയും കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ശശികലയാണ് ഏറ്റവും വലിയ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന തീവ്രവാദം പറയുന്നത് എന്നാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറമാണ് ഈ ഒരു വൃത്തികെട്ട സങ്കരയിന സാധനം. സങ്കരയിന സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം സംഖ്യയിൽ കൃസംഖ്യയിൽ ജൂതൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ് ഈ പറയുന്ന ജെറുസലേം ഏറുപടക്കം. എന്താണെങ്കിലും ഈ പറയുന്ന പാസ്റ്റർ കുറച്ച് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇവരെ കാണുമ്പോഴത്തേക്കും പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇവരുടെ പേരുടെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ പേര് സാധാരണ കാണാറുണ്ട്. അതെന്താണ് എന്നിങ്ങനെ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായത്, സത്യത്തിൽ ഇവളുടെ കൂടെ ഒന്നും നല്ല രീതിയിൽ ഒരു ആണും 6 മാസം പോലും തികച്ച് ജീവിക്കത്തില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഐറ്റമാണിത്. ഈ ഐറ്റത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാലും തീരില്ല. അപ്പോൾ എന്തായാലും ഈ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് ഈ ചരക്ക് വണ്ടി ഇങ്ങനെ ഓരോരുത്തരെ മാറ്റിയിട്ട് ഓരോരുത്തരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ജെറുസലേമിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം വിചാരിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ് ഇവൾ നിരന്തരം ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസമാണ് അവളുടെ മുഖ്യ ശത്രു. എന്നാൽ പാസ്റ്റർമാരെയും ക്രൈസ്തവരെയും ഒക്കെ ഇവൾ വിമർശിക്കാറുണ്ട്. അവരൊക്കെ വളരെ മോശം ആൾക്കാരാണ്, ഞാൻ മാത്രമാണ് യഥാർത്ഥ ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതെന്നാണ് ഈ ഒരു പിഴച്ചു പെറ്റ സന്തതിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഊള സ്ത്രീ വന്നിരുന്നുണ്ട്. ഇങ്ങനെ ചാനലിനകത്തിരുന്ന് പറയും. എന്തായാലും അവരെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ ക്രൈസ്തവ സഹോദരൻ്റെ ഈ ഒരു വീഡിയോ. എന്തായാലും ആ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടുവെക്കാം. കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നീ ഒരു ക്രിസ്ത്യാനിയാണോ എങ്കിൽ വാളെടുത്ത് ശത്രുവിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കണം. സഹോദരങ്ങളെ, ഇതൊരു അന്ത്യകാലമാണ്. എല്ലാവരും ഉറയിൽ ഒരു വാള് കരുതിക്കൊള്ളുവീൻ. വരാൻ പോകുന്ന ഒരു അന്ത്യകാലം കയ്യിൽ പൊക്കണം കരുതിക്കോ, മടിശീല കരുതിക്കോ. നീ വാളില്ലാത്തവൻ വസ്ത്രം വിറ്റു വാള് കൊള്ളട്ടെ എന്നാ പറഞ്ഞത്. ഉടനെ പത്രോസ് ചോദിച്ചു, ഇവിടെ 2 വാളുണ്ട് കർത്താവേ, എന്നെ എടുത്തോന്ന് പറഞ്ഞു. അയ്യോ, വാളെടുത്തവൻ വാളാൽ മരിച്ചു പോകും, അതുകൊണ്ട് നീ വാളെടുക്കണ്ട എന്നൊന്നും കർത്താവ് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ലടാ, എടുത്തോ. കാരണം ഇത് അന്ത്യകാലഘട്ടമാ. ഇത് സാത്താനിക ശക്തികൾ ഇളകി വരാൻ പോകുന്ന കാലഘട്ടമാണ്. അന്ത്യകാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് പത്രോസിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. എടാ വിവരം കെട്ടവനെ, മനസ്സിലായോടാ? അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് അന്ത്യകാലഘട്ടം എന്നല്ല, ഈ കാലഘട്ടത്തെ, ഇപ്പോൾ നടക്കുന്ന ഈ കാലഘട്ടത്തെ ഓർത്തിട്ടാ കർത്താവ് അന്ന് വിളിച്ചു പറഞ്ഞത്. കയ്യിൽ വാളുള്ളവൻ വാൾ കരുതി. കാരണം വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എങ്ങനെ പ്രസംഗിച്ച് പഠിപ്പിച്ചു വെച്ച നാട്ടുകാരെ മുഴുവനും, അയ്യോ വാളെടുക്കരുത് കേട്ടോ, വാളെടുത്തു കഴിഞ്ഞാൽ അവൻ വാള് കൊണ്ട് മരിച്ചു പോകും. പിന്നെ എന്തിനാ അപ്പൊ കർത്താവ് വാളെടുക്കാൻ പറഞ്ഞ? കർത്താവിനെന്തേ ഇടയ്ക്കിടയ്ക്ക് അമ്നേഷ്യ വരുമോ? വിവരം കെട്ടവളെ, പരിജ്ഞാനമില്ലാത്തവളെ, ദൈവസഭയുടെ ശാപമേ, നിനക്കൊരു താക്കീതാണ് ഈ വീഡിയോ. വചന പരിജ്ഞാനമില്ലാത്ത ഒരു വിവരമില്ലാത്ത സ്ത്രീ, ഇവൾ പ്രതികാര അഗ്നിക്ക് വേണ്ടി വളരെ ബുദ്ധിപരമായി യേശുവിൻ്റെ പേര് പറഞ്ഞ് നിൽക്കുന്നതാണ്. ഇവളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ഞാൻ പറയും, എന്നിട്ട് ഇവൾ പറഞ്ഞ വചനത്തെ ഞാൻ പറയാം. ഇവളുടെ ഒന്നാമത്തെ ശത്രു ഇവളുടെ ഭർത്താവാണ്. കുടുംബവുമായി കീഴടങ്ങി സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയാതെ ഇവൾക്കുണ്ടായ ഹാൾട്ട് നിമിത്തം കുടുംബം തകർന്നതാണ്. ക്ഷമയും സ്നേഹവും വിനയവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കുടുംബം അവസാനം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇവളുടെ തർക്കുത്തരവും വാദവും പിടിവാദവും നിമിത്തവും പുരുഷനായിട്ടുള്ള ഒരുത്തനെ ഇവളോട് ജീവിക്കാൻ കഴിയില്ല. പുരുഷന്മാരെ നിങ്ങൾ ഈ സ്ത്രീയോട് ജീവിക്കാൻ ഒരു പുരുഷന് കഴിയുമോ? ഇവളുടെ വൈകല്യങ്ങളാണിതെല്ലാം. ആൺവർഗത്തോട് ഇവൾക്ക് വെറുപ്പ് വരാൻ പ്രധാന കാര്യം പുരുഷനെ ഇവൾ വെറുത്തു.
രണ്ടാമത്തെ കാര്യം പെന്തക്കോസ്ത് പാസ്റ്റർമാരോടുള്ള വെറുപ്പ്. ഏതോ ചില പാസ്റ്റർമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കാം. ഏതോ ചില പാസ്റ്ററുടെ ഭാര്യ ഇവരുടെ കുഞ്ഞിന് ഒരു കഷ്ണം മീൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഏതോ ചിലർ ചില കാര്യങ്ങൾ ചെയ്യുന്നെന്ന് കരുതി പെന്തക്കോസ്ത് പാസ്റ്റർ വർഗങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഈ വിവരം കെട്ട സ്ത്രീയെ ക്രൈസ്തവ സഭ അംഗീകരിക്കരുത്. ഇനി ഹമാസിൻ്റെ തീവ്രവാദികൾ ഒരു സ്ത്രീയെ മനസ്സിലാവുന്നതുകൊണ്ട് പീഡിപ്പിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ വാർത്തയായില്ലേ? അതുകൊണ്ട് മുസ്ലിം വർഗം മൊത്തം ഇവിടെ ശത്രുവായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് കാരണം. ഇവൾക്ക് തിരിച്ചറിവില്ലാത്തതില്ലേ കാരണം? എല്ലാവരും മുസ്ലിങ്ങൾ തീവ്രവാദികളാണോ? എല്ലാവരും ഈ ചിന്താഗതി ഉള്ളവരാണോ? അല്ല. അപ്പോൾ ഇവൾക്ക് എന്ത് പറ്റി? മുസ്ലിം വർഗത്തിലൊരു സഹോദരനെ 34 കോടി സഹായിച്ച് അതിനുകൊണ്ട് കൊലക്കയറി വീഴാതെ രക്ഷിച്ചു. ആരും നമ്മുടെ ബോബി ചെമ്മണ്ണൂറൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം 1 കോടി കൊടുത്തു, ബാക്കി കോടികളെല്ലാവരും കൂടി ചേർന്ന് കൊടുത്തു. ഇവൾ ആ സഹോദരനൊരു നന്ദി വാക്ക് പറയാറില്ല. കാര്യം ഇവളെ ഉള്ളിനകത്ത് മുസ്ലിം വർഗത്തോടുള്ള സ്പിരിറ്റാണ്, എതിരായി കിടക്കുന്ന ശത്രുത. ഇവൾ യേശുവിൻ്റെ വചനത്തെ വായിച്ച് യേശു വാളെടുക്കാൻ പറഞ്ഞു, വസ്ത്രം വിട്ട് വാളെടുക്കട്ടെ. ഇവിടെ ഉള്ളിൽ കിടക്കുന്ന പ്രതികാരത്തിന് ഒത്തവണ്ണം കളിക്കുന്നതാണോ സുവിശേഷം? നിങ്ങൾ ചിന്തിക്കുക. എന്നെപ്പോലെ വാളെടുക്കേണ്ടവനും വെട്ടുകത്തി എടുക്കേണ്ടവനും പിന്നെ കോടാലി എടുക്കേണ്ടവനും ആ ആയുധം വച്ചിട്ട് ഈ സ്നേഹത്തിൽ ജീവിച്ച് കുടുംബം നയിക്കുന്നില്ലേ? ഇവളുടെ ഉള്ളിൽ വചനം ക്രിയ ചെയ്യുന്നില്ല. മനസ്സിലാവും. ഒരു നല്ല അടി ഇവൾ ഇന്ന് വരെ വാങ്ങി പിടിച്ചിട്ടില്ല. ഇനി കിട്ടുമ്പോഴാണ് ഇവൾ അറിയാനിരിക്കുന്നത്. അടി കൊടുത്തും വാങ്ങിയും കിടക്കുന്ന ഞങ്ങളെപ്പോലും ഉള്ളവർക്ക് ഈ തിരിച്ചറിവുണ്ട്. ക്രൈസ്തവ സഹോദരൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ 100% നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പല പേരിലാണ് ഇവർ സാധാരണ അറിയപ്പെടാറുള്ളത്. കാരണം ഒരു മാസം പോലും ഒരു പക്ഷേ ചിലപ്പോൾ തികച്ച് ഒരാണും മനുഷ്യനായി പറഞ്ഞിട്ടുള്ള ഒരാണും ഈ മൃഗത്തിൻ്റെ കൂടെ ജീവിക്കത്തില്ല. കാരണം ഇവക്ക് പറ്റിയത് വല്ല ആടിനെയോ കുതിരേനെയോ ഒക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാകത്തുമില്ല, ഇങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത് ഇവക്കും മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവക്ക് പൊരുത്തപ്പെട്ട് പോകാം. എന്തായാലും ജൂതന്മാർക്ക് വേണ്ടിയാണ് ഇപ്പം ഈ സാധനം ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുന്നത്. ഈ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും. കാരണം ഇസ്ലാം മതം മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് ഈ പിഴച്ചവൾ വന്നിരുന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ വാളിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുള്ളൂ. കാരണം അങ്ങനെ നോക്കി നിൽക്കാനല്ല യേശു പഠിപ്പിച്ചിട്ടുള്ളത്. വസ്ത്രം വിറ്റാണേലും വാള് വാങ്ങിക്കണം. വാള് വാങ്ങിച്ചാൽ അത് വെറുതെ ഉറയിലിട്ട് വെക്കാനല്ല, അത് ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ഇവളും നൽകുന്നതെന്ന് കൂടെ നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. കാരണം നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഈ പിഴച്ച സാധനത്തിനെ ഒരിക്കലും അവർ ഉൾക്കൊള്ളത്തില്ല, അവർ അംഗീകരിക്കത്തില്ല. ഇവർ അംഗീകരിക്കുന്ന ചില വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ കാസ വിഭാഗവും അതുപോലെ തന്നെ കറ തീർന്ന സംഘികളുമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ വീഡിയോ, നിങ്ങളുടെ ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ലൈവ് വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവരെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളത് പറഞ്ഞത് ശരിയായില്ല എന്ന് ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരനോ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ഏതെങ്കിലും സഹോദരങ്ങളെങ്ങാനും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന തരത്തിലൊരു മെസ്സേജ് അതിനകത്ത് ഇട്ടാൽ ആ മെസ്സേജിനുള്ള മറുപടി ഉടനടി അവൾ കൊടുക്കും. പച്ച തെറി വിളിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നവരാണ്, നിങ്ങൾ മൃദു സമീപനം സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് അവളുടെ കക്കൂസ് വായിലൂടെ ഇങ്ങനെ നിരന്തരം ഈ സാധനം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലുള്ള ആൾക്കാർ ഇവരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഇത്തരത്തിൽ പിഴച്ച സന്തതികളുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമായിട്ട് മാറുന്നത്. ഏതായാലും പ്രിയ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.